അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ മറ്റൊരു വെള്ളിയാഴ്ച രാവിലാണ് നാമൊക്കെ ഉള്ളത്. എത്ര പെട്ടെന്ന് ആ സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്നറിയോ? റജബ് വന്നു, അതും കഴിഞ്ഞു. ശഅബാൻ വന്നു, അത് കഴിയാനിരിക്കുന്നു. വിശുദ്ധമായ റമളാൻ ഒരു വെളിപ്പാടകലെ നാം പ്രതീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കാലം ഇതെത്ര വേഗതയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആയുസ്സാണ് ചുരുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. നമുക്കൊക്കെ ആത്മാർത്ഥമായി ദുആ ചെയ്യാം. ഇന്നത്തെ വെള്ളിയാഴ്ച രാവിലെ മഗ്രിബോടുകൂടെ നമ്മൾ ചൊല്ലേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്വലാത്തും നമ്മൾ ചൊല്ലേണ്ട ചില ദിക്റുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങളത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ചൊല്ലണമെന്നും നിങ്ങളുടെ ദുആ വസിയത്തുകളൊക്കെ താഴെ എഴുതി അറിയിക്കണമെന്നും നമ്മൾ രാത്രിയുള്ള മജ്ലിസുകളിലും മറ്റുമൊക്കെ പ്രത്യേകമായിട്ട് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുമെന്നൊക്കെ നിങ്ങളെ അറിയിക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ വലിയ വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ആത്മീയമായിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. എല്ലാം മുടക്കാണ്, എല്ലാം തടസ്സമാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് റാഹത്ത് കിട്ടാൻ ഇത്തരം ആത്മീയമായ വഴികളാണ് പരിഹാരം. അള്ളാഹു നമുക്ക് വലിയ തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പരിശുദ്ധമായ റമളാൻ ഷരീഫ് നമ്മിലേക്ക് ഇങ്ങോട്ട് എത്തി അല്ലേ? റമളാനിലെ നോമ്പ് തുറയുടെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ അതിൽ ഏറ്റെടുത്തു. 50 പേരുടെയും 20 പേരുടെയും 30 പേരുടെയൊക്കെ ഏറ്റെടുത്തവരുണ്ട്. ഇനി റമളാനിന് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് റമളാനിലെ നോമ്പ് തുറ ഏറ്റെടുത്ത് നമ്മുടെ ദർസിലെയും നമ്മൾ പല സ്ഥലങ്ങളിലും നോമ്പ് തുറക്ക് നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ട്. അവരിലേക്കൊക്കെ നമ്മൾ കൊടുക്കാറുള്ളതാണ്. ഇൻഷാ അല്ലാഹ് കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ഏറ്റെടുക്കണം. ഒരു നല്ല നിയ്യത്ത് മനസ്സിൽ കരുതിയിട്ട് ഒരു 50 പേരുടെയോ 20 പേരുടെയോ 30 പേരുടെയൊക്കെ ഏറ്റെടുത്താൽ വലിയ സന്തോഷവും. നമ്മൾ ലൈലത്തുൽ ഖദ്ർ ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട രാത്രികളിലും പ്രത്യേകമായിട്ട് ദുആ മജ്ലിസിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. ഇത് നമ്മുടെ അവസാനത്തെ റമളാനാണെങ്കിൽ ഇതുകൊണ്ട് മാത്രം നമുക്ക് രക്ഷപ്പെടാനും സാധിക്കും. അത്രമേൽ പവിത്രമേറിയൊരു കർമ്മമാണ് നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. നമുക്കൊക്കെ അറിയാവുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കുറേ ആളുകൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇൻ്റർവ്യൂവിനൊക്കെ വന്നിരുന്നു. ചില ആളുകളൊക്കെ നമ്മൾ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും നമ്മൾ ഇൻ്റർവ്യൂ വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്ന് കടഞ്ഞ് നമുക്ക് പറ്റുന്ന രൂപത്തിലുള്ള മക്കളെ നമ്മൾ എടുക്കുന്നുള്ളത് അറിയിക്കുകയാണ്. നല്ല ആത്മീയ അന്തരീക്ഷത്തിൽ തികഞ്ഞ ചിട്ടയോടുകൂടെ ഗൃഹാന്തരീക്ഷത്തിലിരുന്ന് പഠിക്കാനുള്ള സാഹചര്യമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. നിങ്ങൾക്കിവിടെ നേരിട്ട് വരാവുന്നതാണ് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്. ഇത് മലപ്പുറം ജില്ലയിലാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ്. ഖൈറു യൗമിൻ ത്വലഅത്ത് അലൈഹി ശംസു യൗമുൽ ജുമുഅ. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മഹത്തായത് വെള്ളിയാഴ്ച ദിവസമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വെള്ളിയാഴ്ച രാവ് ആണ് യഥാർത്ഥത്തിൽ വെള്ളിയാഴ്ച. ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് പിറ്റേ ദിവസമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. യഥാർത്ഥത്തിൽ രാത്രി 12 മണി മുതൽ പിറ്റേ ദിവസമായി. പക്ഷേ അറബിക് കലണ്ടർ, ഹിജറി കലണ്ടർ പ്രകാരം അങ്ങനെയല്ല. ഓരോ ദിവസവും തുടങ്ങുന്നത് മഗ്രിബോട് കൂടെയാണ് അല്ലേ? അവസാനിക്കുന്നതും മഗ്രിബോട് കൂടെയാണ്. അതുകൊണ്ട് വെള്ളി എന്ന് പറയുന്നത് തുടങ്ങുന്നത് വ്യാഴാഴ്ച മഗ്രിബോട് കൂടെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ദീനി സ്ഥാപനങ്ങൾക്കൊക്കെ വ്യാഴാഴ്ച ഉച്ച മുതൽ ലീവാണല്ലോ. അതെന്താ ലീവ്? വെള്ളിയാഴ്ചത്തേക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ട് നഖങ്ങൾ മുറിച്ച് താടിയും മുടിയും ശരിയാക്കി അലക്കാനുള്ളത് അലക്കി തേക്കാനുള്ളത് തേച്ച് വെള്ളിയാഴ്ച രാവ് മുതലേ ഇബാദത്തുകളിൽ സജീവമാകാൻ. മിക്ക പള്ളികളിലും വെള്ളിയാഴ്ച രാവിലെ സ്വലാത്തുണ്ട്. ആ സ്വലാത്ത് സജീവമാകാൻ, ആ സ്വലാത്തിലേക്ക് ഒരുങ്ങാൻ, അത്തരം വെള്ളിയാഴ്ചയിലേക്കുള്ള ഒരുക്കത്തിന് വേണ്ടിയാണ്. ഇത് നമ്മുടെ വിഷയങ്ങൾ മാത്രമല്ല. പഴയകാല ഉമ്മാമ്മമാരും ഉപ്പാപ്പന്മാരൊക്കെ വീട്ടിൽ നിന്ന് പറയും, വെള്ളിയാഴ്ച മോന്തിയായി എന്ന് പറയും, വേഗം കയറണം എന്ന് പറയും, ഖുർആൻ ഓതണം എന്ന് പറയും, സ്വലാത്ത് ചൊല്ലണം എന്ന് പറയും, മൗലിദ് ഓതണം എന്ന് പറയും. ആ ഒരു പഴമയുടെ തനിമ നഷ്ടപ്പെട്ടതാണ് പലപ്പോഴും നമുക്കൊക്കെ സംഭവിച്ച വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമൊക്കെ ആകുന്നത്. അള്ളാഹു പഴമയുടെ തനിമയോടുകൂടെ
നല്ല ചിട്ടയിൽ ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ നോക്കൂ, വളരെ പവിത്രമേറിയ വെള്ളിയാഴ്ച രാവോടുകൂടി നമ്മൾ ചൊല്ലേണ്ടുന്ന ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ആദ്യമായിട്ട് നമ്മൾ ചുരുങ്ങിയത് 100 ഇസ്തിഗ്ഫാർ ചൊല്ലുക. അത് മനസ്സറിഞ്ഞ് തന്നെ ചൊല്ലുക. എങ്ങനെ മനസ്സറിഞ്ഞ് ചൊല്ലുക? അല്ലാഹുവേ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദോഷങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. ചെറുതും വലുതുമായി, രഹസ്യവും പരസ്യവുമായി, ആരും അറിയാതെ ചെയ്ത എത്രയോ പാപങ്ങളുണ്ട്. റബ്ബേ, എനിക്കത് പുറത്തു തരണം എന്ന നീയത്തോടുകൂടെ ഈ സെക്കൻഡിൽ ഞാൻ വിട പറഞ്ഞാൽ എനിക്ക് ആയുസ് ദീർഘമായി കിട്ടിക്കൊള്ളണമെന്നില്ല. എനിക്കിനി ചൊല്ലാനുള്ള അവസരമില്ല. അതുകൊണ്ട് എൻ്റെത് ഇപ്പോൾ തന്നെ പുറത്തു തരണം എന്ന് അള്ളാഹിനോട് മനസ്സറിഞ്ഞ് പറയുന്നതാണ് ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറയാം. ഇനി അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാവർക്കും സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയും. നമുക്കൊക്കെ അറിയാം, സ്ഥിരമായിട്ട് ചൊല്ലുന്നവരുണ്ട്. ഒന്ന് എഴുതി അറിയിക്കണേ ചൊല്ലുന്നവർ. കാരണം ആ സയ്യിദുൽ ഇസ്തിഗ്ഫാറിന് വലിയ പവിത്രതയുണ്ട്. ഇങ്ങനെ മറ്റുള്ളവർ കാണുമ്പോൾ അവർക്കൊരു പ്രചോദനം, ഓലൊക്കെ ചൊല്ലുന്നുണ്ടല്ലോ, ഓലൊക്കെ ആ പ്രചോദനമാവുന്നത് തന്നെ അവർ അത് കാരണമായിട്ട് ചൊല്ലിയ നമുക്ക് അതിൻ്റെ ഫലം കിട്ടുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സയ്യിദുൽ ഇസ്തിഗ്ഫാർ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരത്തിനിടയിൽ, വൈകുന്നേരം ചൊല്ലിയാൽ പ്രഭാതമാകുന്നതിന് മരണപ്പെട്ടാൽ സ്വർഗ്ഗം ഉറപ്പാണല്ലേ. സ്വർഗ്ഗം ഉറപ്പിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇൻഷാ അല്ലാഹ് അത് ഇന്ന് വെള്ളിയാഴ്ച രാവിലെ നിങ്ങളൊക്കെ ചൊല്ലണം എന്നറിയിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതേപോലെ തന്നെ ചുരുങ്ങിയത് ഒരു 300 സ്വലാത്ത്. അതിനൊരു കാരണം ഉണ്ടായിരുന്നു, നമ്മളെല്ലാ വീഡിയോസിലും പറയാറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നില്ല. ആരെങ്കിലുമൊക്കെ താഴെ എഴുതി അറിയിച്ചാൽ അവർക്കത് വായിക്കാമല്ലോ. ഇൻഷാ അല്ലാഹ് 300 സ്വലാത്ത് ചുരുങ്ങിയത് ചൊല്ലാം. ഇന്ന് നമ്മൾ നിങ്ങളോട് പറഞ്ഞിരുന്ന സ്വലാത്ത് നിങ്ങൾ പറ്റുമെങ്കിൽ ചെറിയ സ്വലാത്ത് ചൊല്ലിയാൽ മതി. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി അത് ചൊല്ലിയാലും മതി. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചൊല്ലിയാലും മതി. എന്നാൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന സ്വലാത്ത് നമ്മുടെയൊക്കെ നേതൃത്വം മഹാനരായ ഷെയ്ഖുന താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ തങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധമായ മഹാനവറുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനത്തെ ദീർഘകാലം നയിച്ച പണ്ഡിത നേതൃത്വം, ആത്മീയ ലോകത്തെ വലിയ നേതൃത്വമായ മഹാനരായ ഉള്ളാൾ തങ്ങളൊക്കെ ഇജാസത്ത് കൊടുക്കാറുള്ള, ചൊല്ലാൻ നിർദ്ദേശിക്കാറുള്ള, അവിടുന്ന് ചൊല്ലാറുള്ള, അവരുടെയൊക്കെ നിർദ്ദേശമനുസരിച്ച് നമ്മളൊക്കെ ചൊല്ലാറുള്ളൊരു സ്വലാത്താണ്. ഞാൻ എഴുതിയിട്ടില്ല, ഞാനിവിടെ വായിക്കാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വ റസൂലിക വ അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഈ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ വളരെ പവിത്രമേറിയ ഒരു സ്വലാത്താണ്. ഈ സ്വലാത്തിനെക്കുറിച്ച് മഹാന്മാരൊക്കെ പറഞ്ഞത് മഹാനരായ ഇമാം ഷാറാനി റഹ്മത്തുള്ളാഹി അലൈഹി കൃത്യമായിട്ട് ഈ സ്വലാത്തിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഷാറാനി ഇമാം പറയുന്നുണ്ട്, ആർക്കെങ്കിലും ദാനം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ ദുആയിൽ ഈ സ്വലാത്തിനെ ഉൾക്കൊള്ളിച്ചു കൊള്ളട്ടെ. ആ സ്വലാത്ത് അവനക്ക് അഭിവൃദ്ധി ഉണ്ടാകാനും അവനക്ക് സന്തോഷമുണ്ടാകാനും കാരണമാകുമെന്നുള്ളതാണ്. മാത്രമല്ല, ഇത് ആർക്ക് കടങ്ങളുണ്ടോ ആ കടങ്ങൾ വിടാൻ ഏറ്റവും കൂടുതൽ കാരണമാകുന്നൊരു സ്വലാത്താണ് ഈ സ്വലാത്ത്. ഈ സ്വലാത്ത് കടം വീടാൻ കാരണമാകും, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ കാരണമാകും, സാമ്പത്തിക പുരോഗതി ഉണ്ടാകാൻ കാരണമാകും. ഇത് വലിയ പവിത്രതയുള്ള സ്വലാത്താണ്. അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. പിന്നെ മറ്റൊന്നാണ് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കേണ്ട ഒരു സൂറത്ത് കൂടെയാണ് സൂറത്തുൽ കഹ്ഫ്. എല്ലാ വെള്ളിയാഴ്ചകളിലും ഒരുപാട് ഗുണങ്ങളുണ്ട്. സൂറത്തുൽ കഹ്ഫ് അതിനെ വർദ്ധിപ്പിക്കണം. ചുരുങ്ങിയത് 3 തവണ ചൊല്ലണം. വ്യാഴാഴ്ച മഗ്രിബിന് ശേഷം, വെള്ളിയാഴ്ച സുബ്ഹിക്ക് ശേഷം, വെള്ളിയാഴ്ച ജുമുഅൻ്റെ മുമ്പായിട്ട് ഇങ്ങനെ 3 തവണ ചൊല്ലാൻ സാധിച്ചാൽ വലിയ പ്രതിഫലം ലഭിക്കും. അതേപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ദിവസം ഹദ്ദാദ് റാത്തീബ് അത് ഒഴിവാക്കരുത്. അതൊക്കെ നമുക്ക് ചൊല്ലാൻ വേണ്ട സമയം എത്രയാണ്? ഒരു 6-7 മിനിറ്റ്, ഏറിപ്പോയൊരു 10-15 മിനിറ്റിനുള്ളിൽ എത്ര സ്ലോവിൽ ചൊല്ലിയാലും തീർക്കാവുന്ന വളരെ പവിത്രമേറിയ ദിക്റുകളുടെ സമാഹാരമാണ് മഹത്തായ ഹദ്ദാദ് റാത്തീബ്. അതേപോലെ തന്നെ വെള്ളിയാഴ്ചത്തേക്ക് പ്രധാനമായിട്ട് പരിഗണിച്ചൊരുങ്ങുക തന്നെ വേണം. നമ്മുടെ നഖങ്ങൾ മുറിച്ച് ശുദ്ധിയാക്കേണ്ടതൊക്കെ ശുദ്ധിയാക്കി വെള്ളിയാഴ്ചക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത്. വമയുഅല്ലിം ശാഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക, അള്ളാഹു നിന്ദിച്ചതിനെ നിന്ദിക്കുക എന്നുള്ളത് അത് മുഅ്മിനീങ്ങളുടെ അടയാളമാണ്. തഖ്വയുള്ളവരുടെ ഹൃദയത്തിൽ തഖ്വയുടെ അംശമുള്ളവരുടെ അടയാളമാണ്. അതുകൊണ്ട് നെവർ മൈൻഡ് ആക്കരുത്. നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട്, എന്തെല്ലോ കാണാനുള്ള അവസരങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ മാറിയിട്ട് നല്ല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടണം.
അപ്പോഴാണ് നമ്മുടെ ആഖിബത്തും അങ്ങനെയാകുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മളെല്ലാ വെള്ളിയാഴ്ചയിലും സൂചിപ്പിക്കാറുണ്ട്, ഇലാഹി ലസ്തുലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വ അല നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അദീമി എന്ന് പറയുന്ന വളരെ പവിത്രമേറിയ ആ ഒരു ബെയ്ത്ത് അതൊരു 5 തവണ ചൊല്ലിയാൽ നമ്മുടെ ആഖിബത്ത് നന്നായി മരണപ്പെടുമെന്ന് സ്വാലിഹ്യങ്ങൾ നമ്മെ പഠിപ്പിച്ച വളരെ പവിത്രമേറിയ ഒരു ബെയ്ത്ത് കൂടെയാണത്. ഇങ്ങനെ തുടങ്ങി വെള്ളിയാഴ്ചകളിൽ സജീവമാക്കേണ്ട കാര്യങ്ങളൊക്കെ സജീവമാക്കിയിട്ട് നല്ല രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുക. എത്ര ആളുകളാണെന്നറിയോ വളരെ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നത്. അങ്ങനെ പെട്ടെന്നുള്ള മരണമൊക്കെ നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടൊരു പൊന്നുമോള് എവിടെയോ ഒരു അക്ഷയ സെൻറ്റർ പോലെയുള്ള സെൻറ്ററിലൊക്കെ നിൽക്കുന്ന സമയത്ത് പ്രതീക്ഷിക്കാതെ കുഴഞ്ഞു വീണ് മരണപ്പെടുന്നു. എത്രയോ ആളുകൾ അറ്റാക്ക് സംഭവിച്ചു മരണപ്പെടുന്നു. എല്ലാം നമ്മുടെ പ്രതീക്ഷകൾക്കും നമ്മുടെ സങ്കല്പനകൾക്കും അപ്പുറമാണ്. വഫൗഖ തഖ്ദീരിനാ ലില്ലാഹി തഖ്ദീർ, നമ്മുടെയൊക്കെ സങ്കല്പനകൾക്കും അപ്പുറമാണ് പടച്ച റബ്ബിൻ്റെ തീരുമാനം എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അള്ളാഹു നമുക്ക് നല്ല റാഹത്ത് നൽകട്ടെ, നല്ല ഇസ്സത്ത് നൽകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. എപ്പോഴും അതാണ് എപ്പോഴും ദുആ ചെയ്യേണ്ടത്. ആഫിയത്ത് വേണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ദുആ വസിയത്തുകൾ എഴുതി അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.